ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇവിടെ അലക്സ് ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മഴ ഇപ്പൊ അങ്ങ് ചാറി പോയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യല്ലേ എന്നാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. മഴ പെയ്ത് നമ്മുടെ പരിപാടി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് മഴ പെയ്യല്ലേ എന്നാണ് ശരിക്കും പറഞ്ഞ പ്രാർത്ഥന. നാട്ടിലൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ അത്ര മഴയില്ല. ജസ്റ്റ് ഇപ്പൊ ഒന്ന് ചാറിയിട്ടങ്ങ് നിന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ അലക്സ് എഴുന്നേറ്റ് വന്ന വഴി ദേ ഇവിടെ പാത്രത്തിലിരുന്ന് കളിയാണ്. അച്ഛസേ അച്ഛ ഉറക്കം എഴുന്നേറ്റ് വന്നിരിക്കണ ഇരിപ്പാണ്. ഇവിടെ ഒരു പാത്രം ഉണ്ട്, ഈ ഒരു പാത്രത്തില് കളിക്കാണ്. അച്ചുട്ടാ, എന്തത് പാത്രം ഇത്? ഓ, ഒന്ന് കാക്കയെന്ന് പറഞ്ഞേ, ഒന്ന് കാക്കയെന്ന് പറഞ്ഞേ. ആ, കാക്ക പുറത്താണല്ലേ? പറ, കാക്കാന്ന് പറ. ഉടുപ്പ് ഊരി പോവാണല്ലേ? ഇത് എന്തൊട്ടിനാട്ടല്ലേ? പാപ്പോണോ? പാപ്പോണോ അതിനകത്ത്? പാപ്പുണ്ടോ? പാപ്പ തിന്ന് കാണിച്ചേ. ഓ, കണ്ട എന്റെ കൊച്ചു പറഞ്ഞ കേട്ടോ, പാപ്പൊന്നും ഇല്ലാന്ന് കണ്ട അല്ലേ? ആ, പാപ്പൊന്നുമില്ല. പാത്രം കമത്തി കാണിക്കാണ്. പാപ്പൊന്നും ഇല്ല അല്ലേ? അമ്മൊന്നും ചന്നില്ലേ? അടച്ചു വെക്ക് കൊച്ചു, അടച്ചു വെക്കട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രത്തില് കളിക്കാനായിട്ട്. ഒരു കുഴപ്പം കൂടി ഉണ്ട് കേട്ടോ, എല്ലാ പാത്രവും ഇവിടെ പിടിച്ച് താഴെ ഇട്ട് പൊട്ടിക്കുമ്പോ രണ്ട് ഈ എന്താ പറയാ കടലയും അതുപോലെ തന്നെ പരിപ്പൊക്കെ വെച്ചിട്ട് പാത്രം അതൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇനി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇരിക്കുന്നുണ്ട്, എനിക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് എടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അപ്പൊ അതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാണ്ടല്ലോ, അപ്പുറത്തെ ആന്റി സുഷമ ആന്റി നമുക്കൊരു ഫ്രൂട്ട് തന്നിരുന്നു. അപ്പൊ ആ ഫ്രൂട്ട് ഇതേവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ഞാൻ എടുത്തോണ്ട് വരാട്ടെ. ആദ്യം പോയി ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്യുന്ന നേരം കൊണ്ടാണ് അലക്സ് പോയി അവിടെ പോയി പാത്രം എടുത്തുനിന്ന് പാത്രത്തുമ്പോ പണി തുടങ്ങിയേക്കണത്. അപ്പൊ അതേ ഫ്രൂട്ട് വേറെ ഫ്രൂട്ടൊന്നല്ല. അപ്പൊ അതേ ഫ്രൂട്ട് ഇതാണ്. ഇതെന്താ ഫ്രൂട്ട്? ആ, ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പൊ ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇതേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ബാക്ക് വശം കാണിച്ചത് കണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത്. ആന്റിയുടെ തോട്ടത്തിലുണ്ടായ, അയ്യോ ഇത് ജ്യൂസ് കൂടും ജ്യൂസ്. ഇത് ആന്റിയുടെ തോട്ടത്തിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പൊ നമുക്ക് ഇതേ പകുതി ഹാഫ് തന്നു, പകുതി താഴെ സുജാന്റിക്ക് കൊടുത്തു. അപ്പൊ അത് തന്നെ സന്തോഷമുള്ള കാര്യമല്ലേ? ആന്റിയുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുകാരാവാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് പ്ലേറ്റ് കൊണ്ട് ഇതേ കണ്ടത് ജ്യൂസ് തന്നെ ഒക്കെ ബ്ലഡ് പോലെ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരിത് വരുന്നത്. കൈ നിറയതേ റെഡ് കളറായി. അപ്പൊ നമുക്ക് അലക്സൂനും ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കാം, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. മധുരമാണോ പുളിയാണോ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതേ അലക്സൂന്റെ അടുത്തൊരു കുഴപ്പമുണ്ട്. ഈ പാത്രം കൊണ്ട് പോയാൽ പാത്രത്തിന്റെ അവസ്ഥ എന്താവുമെന്തോ. ഒരു പണി ചെയ്യാം, നമുക്കതേ ഈ ഒരു പാത്രം എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കഷ്ണം എടുത്തു വെക്കാം. അപ്പൊ ആരും കഴിച്ചിട്ടില്ല, അതേ കണ്ട, ആരും കഴിച്ചിട്ടില്ല. ചേട്ടൻ ജോലിക്ക് പോയേക്കാണ്. അപ്പച്ചനുണ്ട് ഇവിടെ. അപ്പച്ചനും നമ്മുടെ പെരമണിയോടത്തേക്ക് പോവാണ്. പോൾ ഇവിടെ ഇല്ല. അപ്പൊ ഞാനും അലക്സും ഉള്ളു. അപ്പൊ ഞങ്ങളാണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എവിടെ പോയി? എവിടെ പോയി അച്ചോ? ആഹാ, അമ്മ വിചാരിച്ചത് എവിടെ പോയത്. അലക്സ് ദേ മാറ്റിൽ പോയി ഇരിപ്പായി. അപ്പൊ ദേ അവന്റെ അടുത്തേക്ക് പോവാം, കഴിക്കാം. അപ്പൊ എന്റെ ഒരു കയ്യില് സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ. അപ്പൊ ദേ മറ്റേ കൈ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കുന്നതാണ്. അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്. അച്ചോട്ടാ, കുഞ്ഞു കടിട്ടാ. ഇഷ്ടായോ അച്ചൂസ? ഇഷ്ടായോ? വലിയ ഇഷ്ടായോ? ഞാനൊന്ന് കഴിച്ചോ വിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ലതാണോ? എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചെറിയ മധുരമുണ്ട്. ഇവിടെ ഒരാൾ തരാൻ പറഞ്ഞവരോട്. അതിന്റെ ഉള്ളിൽ ആ കുരു ഇല്ലേ, ആ കുരു കഴിക്കുമ്പോ ഇന്നിപ്പോ കൊടുക്കട്ടെ എന്നൊക്കെ പറയാം. കുഞ്ഞിത് കടിയടക്കി. എന്തായാലും അച്ഛന് നല്ല ഇഷ്ടായിട്ടോ. ഇതിന്റെ ഉള്ളിൽ ആ കുരു കടിക്കുമ്പോ നമുക്ക് എള്ള് കടിക്കുന്ന ഒരു ഫീലാണ്, അല്ലെങ്കിൽ കശില്ലേ അത് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത് കഴിക്കുമ്പോ. ഇവിടെ ഇന്ന് ഭയങ്കര കളിയാക്കലാണ്, കള്ള കുടിക്കുകയാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിട്ടോ. ഓ, ചാനും ചെരിഞ്ഞൊക്കെ നോക്കാം.
എന്തായാലും കുഞ്ഞിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് വേണ്ട, അച്ചുട്ടൻ കഴിച്ചോ. അച്ഛൻ നല്ല ഇഷ്ടായി. അവന്റെ കുറുക്കൊന്നും അവന് വേണ്ട, അവനിത് ഇങ്ങനത്തെ വല്ലതൊക്കെ കൊടുത്താൽ മതി അല്ലേ. ഭയങ്കര ശരിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിന്ന്. അപ്പോഴല്ലോ ചെരുപ്പ് വാങ്ങാൻ പോയ സമയത്ത് ആ കടയിൽ നിൽക്കുന്ന ആ കുട്ടീനെ വിളിയോട് വിളി, ഇങ്ങനെ ചെരിഞ്ഞു നോക്കല്, ഇങ്ങനെ നോക്കല്, എന്തൊക്കെയാണെന്നറിയോ നമ്പറുകള്. എന്നിട്ട് എന്തെന്നോ ആ കുട്ടീനെ കൊണ്ട് ഇവനെ ഇടിപ്പിച്ചു. ഭയങ്കര സോപ്പിംഗ് ആണ് അത്, ഭയങ്കര സോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ കാറിൽ ഇരുന്ന് പോകുമ്പോ ബാക്കില് ബാക്കിലിരുന്ന് പോണ സമയത്തുണ്ടല്ലോ ബാക്കിലെ സീറ്റിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്നിട്ട് ബാക്കിലേക്ക് നോക്കിയിട്ട് എല്ലാവരും വിളിക്കാനാണ് പരിപാടി. എല്ലാവരും വിളിക്കുന്നുണ്ട്. വിളിക്കാൻ അറിയാൻ പാടാട്ടാ. എങ്ങനെ വിളിക്കണേ അച്ഛൻ? അപ്പനെ എങ്ങനെ വിളിക്കണേ? എങ്ങനെ വിളിക്കണേ പറ. ഓ ചെരിഞ്ഞ് നോക്കണം നോട്ടോ. അപ്പനെ എങ്ങനെ വിളിക്കണേന്ന് പറ. ആ പാപ്പ. പാപ്പ ജനാലയ്ക്ക് പോയി നിന്ന് പാപ്പാന്ന് വിളിക്കാനില്ല, എന്നാണ് വിളിക്കുന്നത് അല്ലേ. പേരൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനെയാണ് വിളിക്കുന്നത് അച്ചു. തീരാറായിട്ട് ആ ഒരു ചെറിയൊരു പീസാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ ഇത് ചിലപ്പോൾ കയ്യിൽ നിന്ന് തെന്നിപ്പോയാലോ. വലിയ പീസ് കടിച്ചല്ലേ, കടിച്ചാ പാടുണ്ടോ? അപ്പൊ അത് ചെറിയ പീസ്, ചിലപ്പോ വലിയ പീസ് വായിൽ പോയാലോ. അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ. ഒരു കഷ്ണം കൂടി ഉള്ളൂ. അതെ ഗൈസ്, ഒരു കഷ്ണം കൂടി ഉള്ളൂ. അല്ലാതെ അവനെന്തായാലും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് പുതിയ ചെരുപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇവ എല്ലാവരും വിളി തുടങ്ങും. കൈ കാണിച്ചു ഇങ്ങനെ ചെരിഞ്ഞു നോക്കും, ഇങ്ങനെ ചെരിഞ്ഞു നോക്കും. തീർന്നു. തീർന്നു പോയി. ഇനി വേണോ? തീർന്നു പോയി, ഇനി വേണോ? ദേ തീർന്നുപോയി. ഒച്ചു വേണ്ട കൈമൊക്കെ ആവും. ഇല്ല തീർന്നു. അച്ഛന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് നമ്മള് വാങ്ങിച്ച ചെരുപ്പ്. പുറത്ത് പോളൂന്റെയും ചേട്ടന്റെ എന്റെ ഷൂ ഒക്കെ കിടക്കണേട്ടോ. അപ്പൊ അവന്റെ ചെരുപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയേക്കാണ്. അപ്പൊ അച്ഛന്റെ ചെരുപ്പ് കാണിച്ചു തരാം കേട്ടോ. കെട്ടുള്ള ചെരുപ്പ് വാങ്ങാനാണ് പോയത്, പക്ഷെ കെട്ടുള്ള ചെരുപ്പ് കിട്ടിയില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൈ ഒന്ന് ആദ്യം വാഷ് ചെയ്തിട്ട് വരട്ടെ. കൈ ആ റെഡ് കളർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ തൊട്ട പിന്നെ അത് നമ്മുടെ മേത്താവൂലേ. അപ്പൊ ഇവിടെ അച്ചുവിന്റെ ചെരുപ്പ് കാണിച്ചു തരാം. ദേലാ അച്ചുവിട്ടന്റെ ചെരുപ്പ് ദേ കണ്ടോ. ഇതാണ് അച്ചുവിന്റെ ചെരുപ്പ്. ഇത് ആരുടെ ചെരുപ്പാ? ഇത് ആരുടെ ചെരുപ്പാ? ഇട്ടിട്ട് പോയില്ല കേട്ടോ. ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോയില്ല. ഇടാൻ അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇവിടെ ഒരാൾ ഇടും. ചെരുപ്പിടാൻ പോവാണോ? ഇതാണ് അച്ഛന്റെ ചെരുപ്പ്. പറഞ്ഞേ, ഇതാണ് അച്ഛന്റെ ചെരുപ്പ്. കടിക്കാൻ പാടാ. നമ്മളെ ഇങ്ങനെ ഇതിന്റെ പുറകെ നമ്മള് ഒരു മണമുണ്ട്. പുതിയ ചെരുപ്പാണ്. പുതിയ ചെരുപ്പിന് ഒരു മണമുണ്ട്. ഇതിവിടെ അവനാണെങ്കിൽ ഇത് നക്കുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഇതിന് നക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇതിനൊരു ടേസ്റ്റ്, പ്ലാസ്റ്റിക്കിന്റെ റബ്ബറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അവന് 1-2 ടോയ്സ് ഉണ്ട്. തത്തയുടെ ടോയ്സ് ഉണ്ട്. തത്തയുടെ ഒരു ടോയും അതുപോലെ തന്നെ വേറൊരു ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ടോയ് ഉണ്ട്. അത് മെനക്കെട്ട് ഇങ്ങനെ ചപ്പുമ്പോൾ നമ്മൾ വിചാരിച്ചില്ലായിട്ട് അതിനൊരു പുളിരസം ഉണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വാങ്ങിച്ചു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും മനസ്സിലായോ അതിനൊരു പുളിത കണ്ടാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അടി അമ്മ എന്താ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാണ് കള്ളക്കുഞ്ഞല്ലേ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ കയ്യിൽ കൊടുക്കാറില്ല. മിനിങ്ങാന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ചെരുപ്പ്. അപ്പൊ പുറത്തേക്ക് പോയില്ല ഇടാനായിട്ട്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ പിന്നെ അപ്പൊ പുറത്തിറങ്ങി നടക്കാനായിട്ട്. അപ്പൊ ചെരുപ്പില്ല. ഇവിടെ എന്ത് പാടില്ല. അപ്പി ചെരുപ്പ് കാണിച്ചു കൊടുത്തേ. അപ്പൊ പുറത്ത് പോകുമ്പോ അവന് ഇറങ്ങി നടക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് പോയി. അപ്പൊ ഇറങ്ങി നടക്കാൻ നോക്കിയപ്പോ ചെരുപ്പില്ല. അപ്പൊ പിന്നെ കുഞ്ഞു കാല് അതിന്റെ ഇടയിൽ കൂടെ അവത് കൊണ്ടുപോയി വായിൽ വെക്കും.
അപ്പി കുഞ്ഞേ ഇട്ട് കാണിച്ചു കൊടുത്തു, കാലിലിട്ട് കാണിച്ചു കൊടുത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചെരുപ്പ് വേഗം പോയി വാങ്ങിച്ചത്. അച്ചു കാലിലിടണോ അല്ലേ? ഇട ഇങ്ങനെ ചെരുപ്പിടുന്നേ, ഇങ്ങനെ ചെരുപ്പിടുന്നേ, ഇങ്ങനെ ചെരുപ്പിടുന്നേ. അമ്മ ഒരു പണിയാ, ഞാൻ ഇവനെ ചെരുപ്പ് ഇടിച്ചൊന്ന് നടത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ഇടിക്കട്ടെ. അച്ചു ചെരുപ്പ് ഇട്ടു. അപ്പൊ ചെരുപ്പ് ഇട്ടിട്ട് ആ കാലുകൊണ്ട് ഇതേ കടിക്കാൻ പോയേക്കാണ്. അച്ചുട്ടാ കടിച്ചില്ലേ? ചെരുപ്പിട്ടത് കാണിച്ചു കൊടുക്കാണ്. കാണിക്ക് ചെരുപ്പിട്ടത് കാണിച്ചു കൊടു. ഇനി പതുക്കെ എഴുന്നേക്ക്. പൊങ്ങട്ടെ. അച്ചുട്ടൻ എഴുന്നേറ്റ്. നേരെ വെക്ക് കാല്, നേരെ. ഓ എന്റെ പൊന്നു വീഴല്ലേട്ടാ. ഉടുപ്പ് നേരെ ഇട്. അച്ചു നടക്കാ പോവാണ്. നടന്നു വാ. അയ്യോ എഴുന്നേക്ക്. കൊച്ചു ചെരുപ്പിട്ട് നടക്കാ പോവാണ്. ഓ പറ്റണില്ല. അപ്പോ പാമ്പ പിടിക്കാം, കയ്യിൽ പിടിക്കാം. വാ നടത്താൻ പറ്റണില്ലേ? അമ്മ കയ്യിൽ പിടിച്ചോ. വാ പറ്റേ. ചെരുപ്പിട്ടിട്ട് പ്രാക്ടീസ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നടക്കാൻ പറ്റണില്ല. നടക്ക്. ഒരു കാല് തെക്കോട്ട്, ഒരു കാല് വടക്കോട്ടാണ് നിക്കണത്. നടക്ക്. പോരട്ടെ. പറ്റൂല കേട്ടോ. അവനെ ചെരുപ്പിട്ടൊട്ട് നടക്കാൻ പറ്റുള്ള. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വീഴും. ഇപ്പൊ തന്നെ അല്ലേ? ഇപ്പൊ തന്നെ ഇവിടെ വീഴും. അപ്പൊ ഞങ്ങളുടെ പുതിയ ചെരുപ്പും. അപ്പൊ അതേ ചെരുപ്പ് ഊരാൻ പറഞ്ഞല്ലോ ഒളി. അവനത് ഇട്ടിട്ട് ഇടാറില്ലല്ലോ. അതെ ഊരിയാ മതി. ഊരി ചെരുപ്പ് ഊരി. കൊച്ചിന് ചെരുപ്പ് ഊരി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പുതിയ അച്ചൂട്ടന്റെ ചെരുപ്പും ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിശേഷമാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അച്ചു ബൈ പറ. അച്ഛന് ബായ് ഒന്നുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉമ്മ ടാറ്റ ആദ്യം അറിയായിരുന്നു അവന് പറയാനായിട്ട്. ഇപ്പൊ ടാറ്റ അറിഞ്ഞൂടെ, ഇപ്പൊ ഉമ്മ മാത്രമേ അറിയുള്ളൂ അല്ലേ? ഉമ്മോട് ഉമ്മ. അപ്പൊ ബൈ.